അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കവനീജിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് പോകുമ്പോൾ വാദി അൽമറാദി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഈ മസിനഗുഡിയിലേക്ക് ഒരു ഊട്ടി യാത്ര എന്ന് പറയുന്ന പോലെ നമ്മുടെ ദുബായിലും ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്നുള്ള കാര്യം ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഈ സ്ഥലത്തേക്ക് വരുമ്പോഴുള്ള യാത്രകളും ആ വരുന്ന വഴിയിലുള്ള ആ ഒരു രസകരമായ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. നമ്മുടെ ഈ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അനുഭവം, പെട്ടെന്ന് ഈ അജ്മാനിലൊക്കെ ഉള്ള ഫാമിലേക്കൊക്കെ എത്തിച്ചേരുന്ന ആ വഴിയിലൂടെ കടന്നു വന്നിട്ടാണ് ഈ മരങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്ന ഈ വഴിയിലേക്ക് എത്തിച്ചേരുന്നത്. വളരെ മനോഹരമായ ഈ സായന്ത്രത്തിൽ ഞങ്ങളിവിടെ എത്തിച്ചേർന്നു. ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. ഓസ്റ്റിൻ ഞാൻ നമ്മുടെ വീഡിയോയാണ്. ഭയങ്കര ക്രേസി ആയിട്ട് ഓസ്റ്റിൻ വളരെ മനോഹരമായ ദുബായിലെ കവനീജിലുള്ള സ്ഥലം കേട്ടോ. ഓസ്റ്റിൻ നമ്മളിപ്പോ എവിടെയാ? ഓസ്റ്റിൻ ഇതാ എവിടെയിപ്പോ? ശരിക്ക് വരാൻ പറ്റിയ സമയം എന്ന് വെച്ചാൽ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ. ഉച്ച സമയത്ത് വന്നാലും നല്ല തണലായിരിക്കും. ഇവിടെ ചുറ്റുപാട് നല്ല അടിപൊളി ഫാമാണ് ഉള്ളത്. അതുപോലെ വൈകുന്നേര സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാം. വണ്ടി ബാക്കിലിട്ടുണ്ട്. അങ്ങനെ ഓസ്റ്റിനും മമ്മിയും വൈകുന്നേരം കവനീജിലുള്ള സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനോഹരമായ നല്ല ആംബിയൻസ് ഉള്ള നല്ല സ്ഥലം, നല്ല ടൈമിങ് കേട്ടോ. വൈകുന്നേരം 5:30 സമയം. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഓസ്റ്റിനൊക്കെ എടുത്തിട്ടൊരു ഫോട്ടോ ആണ്. മനോഹരമായ സ്ഥലം ഉണ്ടാവും എനിക്ക് തോന്നണേ. ഉണ്ടാവും. കടലാസിടിയാണ് എന്ത് രസമല്ലേ. നിന്റെ വേറെ പറയുന്നില്ലേ ചോപ്പ്? ആ അത് വില്ലയല്ലേ, അറബിയുള്ള വില്ലയായിരിക്കും. ഫാം കാര്യങ്ങൾ. ഓസി എന്ത് കാണിച്ചു വിടണേ? പക്ഷെ മണ്ണിലിരിക്ക. വൈകുന്നേരം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കുതിര സവാരിക്ക് വേണ്ടി ആൾക്കാരൊക്കെ നടന്നു പോകുന്ന മനോഹരമായ കാഴ്ച. അടിപൊളിയായിട്ട് അല്ല? അതെ, മനോഹരമായ കാഴ്ചകൾ ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും കാണാത്ത വണ്ടികളൊക്കെയാണ് ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അറബികളുടെ മനോഹരമായ വണ്ടി. കേരളത്തെ പോലെയുള്ള മരങ്ങളും ഫാമുകളും. അവരങ്ങനെ കുതിര സവാരിയുമായിട്ട് മുന്നോട്ട് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിവിടുന്ന് വൈൻഡപ്പ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ സൈഡിലൊക്കെ ചെടിയൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ്. നമ്മുടെ വണ്ടിയായിട്ട് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ദുബായിൽ ഉള്ളവരും ഷാർജയിലുള്ളവരൊക്കെ വരാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡില്ലേ, ആ റോഡ് പിടിക്കുക. അവിടുന്ന് റഷീദി എത്തിയിട്ട് അവിടുന്ന് പാലം കയറുക. പാലം കയറിയിട്ട് സ്ട്രെയിറ്റ് കവനീജ് വെച്ച് പിടിക്കുക.
കവനീജ് വെച്ച് പിടിച്ച് കുറേ കഴിയുമ്പോൾ നമ്മുടെ മുഷ്രിഖ് പാർക്കൊക്കെ കഴിഞ്ഞ് നാസിക്കിനലൊക്കെ കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ റൈറ്റിലേക്ക് വാദി അൽമറാദി എന്നുകൊണ്ട് റോഡ് കാണും. അവിടുന്ന് റൈറ്റ് എടുക്കുക, പിന്നെ അവിടുന്ന് റൈറ്റ് അങ്ങനെ കയറി പോവുക. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൈറ്റ് കയറി പോയി കഴിഞ്ഞിട്ട് ഒരു ഗ്രോസറി വരുമ്പോൾ ആ ഗ്രോസറിയുടെ അവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ടിൽ പോകുമ്പോൾ റൈറ്റ് എടുത്ത് പിന്നെ ലെഫ്റ്റ് എടുത്ത് പിന്നെ റൈറ്റ് പോയി കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് എത്തും. അല്ലാതെ നമുക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് ഞാൻ എൻ്റെ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ ലൊക്കേഷൻ വെച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എത്തും, ചിലപ്പോൾ എത്തില്ല. ഞാൻ എത്തിയിട്ട് അരമണിക്കൂർ കിടന്ന് വട്ടം കറങ്ങിയായിരുന്നു, അതിനുശേഷമാണ് ഇങ്ങോട്ട് എത്തിച്ചേരുന്നത്. പക്ഷേ ഈ പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമാണ്. ഇടയ്ക്ക് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് പോരുത്, അവിടെ ചായക്കടയൊന്നുമില്ല. വേറെ ടീ കോഫിയൊക്കെ നമ്മൾ കരുതിയിട്ട് വേണം പോകാൻ. അധികം നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമല്ല, എന്നാലും റോഡ് സൈഡിൽ തന്നെയാണ്, വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ആദ്യം ആൾക്കാർ വന്ന് ചിലപ്പോൾ ക്രൗഡ് ആയി കഴിഞ്ഞാൽ പോലീസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. അപ്പോൾ അതൊക്കെ എല്ലാവരും പോയി എൻജോയ് ചെയ്യുക. ഇതേപോലെ തന്നെ ഹൈഡായിട്ടുള്ള ഡെസ്റ്റിനേഷൻ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക, നമുക്ക് അതൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. എന്തായാലും മനോഹരമായ ഇത്തരത്തിലുള്ള നല്ല കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോ വരെ കാണുന്നവരേക്കും ബൈ ബൈ.